ഹായ് ഫ്രണ്ട്സ്, സോൾട്ട് ആൻഡ് പേപ്പറിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വിഭവമാണ്. കട്ട ലോക്കൽ ബീഫ് ഫ്രൈ. ഈ പേരിൽ തന്നെ ഒരു പുതുമ തോന്നിക്കുന്നില്ലേ? ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. വെളിച്ചെണ്ണ 250 ഗ്രാം, സവോള 1 കിലോ, പച്ചമുളക് 250 ഗ്രാം, കറിവേപ്പില ആവശ്യത്തിന്, തക്കാളി 3/4 കിലോ, പെപ്പർ പൗഡർ 250 ഗ്രാം, ബീഫ് 2 കിലോ, ജീരകപ്പൊടി 3 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, തേങ്ങ അരമുറി ചുരണ്ടിയത്, മീറ്റ് മസാല 50 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന്, ഉലുവ 2 ടീസ്പൂൺ. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വഴറ്റണം. വഴന്നു വരുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും വഴറ്റുക. 10-15 മിനിറ്റ് വഴറ്റിയ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. പച്ചമണം മാറുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിളക്കി, മല്ലിപ്പൊടി ഒരു വലിയ തവിയും ചേർത്തിളക്കണം. ചിരകിയ തേങ്ങയും ഇതിനൊപ്പം ചേർത്തിളക്കാം. അതിനുശേഷം മീറ്റ് മസാല 50 ഗ്രാം കൂടി ചേർത്ത് നല്ലവണ്ണം വഴറ്റുക. ഇനി പെപ്പർ പൗഡർ 250 ഗ്രാമും കൂടി ചേർത്തിളക്കണം. അതിനുശേഷം 3 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 ഗ്ലാസ് ചൂടുവെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നന്നായി ഇളക്കി ഡ്രൈ ആക്കണം. അതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത ശേഷം കുറച്ച് പച്ചമുളകും വെച്ച് അലങ്കരിക്കാം. സ്വാദിഷ്ടമായ കട്ട ലോക്കൽ ബീഫ് ഫ്രൈ റെഡി. ഇതുപോലുള്ള സ്വാദിഷ്ടമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.